എത്ര മാർക്ക് ഉണ്ട്? എത്ര A+, എത്ര A ഗ്രേഡാ? പെർസെൻറ്റേജ് എത്രയാണ്? ഇനിയിപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനാണ് പോണേ? 10ാം ക്ലാസ്സിൻ്റെ +2 റിസൾട്ട് വന്നുല്ലോ. ഇപ്പൊ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് അല്ലേ? ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തന്നെ സ്വയം എത്ര മാർക്ക് ഇട്ടിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ 6 വിഷയത്തിനാണല്ലോ ടോട്ടൽ മാർക്ക് പറയുന്നത്. മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, സോഷ്യൽ, അങ്ങനെ ഒരു 6 വിഷയം. ഇതുപോലെ നമ്മളുടെ സ്വന്തം സ്വഭാവത്തിൽ ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാം. അതായത് ക്ഷമയുണ്ടെങ്കിൽ 1 മാർക്ക്, ദയവുണ്ടെങ്കിൽ 2 മാർക്ക്. ക്ഷമ, ദയ, കാരുണ്യം, സ്നേഹം, പരസഹായം, ഈഗോ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ നമ്മളൊരു 10 ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ മാർക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എത്ര മാർക്ക് ഉണ്ടാവും? ഒരു വ്യക്തിയുടെ ക്യാരക്ടറും ബിഹേവിയറും രണ്ടാണ്. വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പെരുമാറാനേ അറിയുന്നുണ്ടാവില്ല. അവരുടെ പെരുമാറ്റം വളരെ ടഫായിരിക്കും. കാരണം കാണുന്നവരോട് മുഴുവൻ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക. പക്ഷെ അവർ മനസ്സുകൊണ്ട് വളരെ നല്ലൊരു വ്യക്തിയായിരിക്കും, വളരെ ജെനുവിനായിരിക്കും, വളരെ വളരെ എത്തിക്സ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും. അവരുടെ ഇന്റൻഷനൊക്കെ പ്യുവർ ആയിരിക്കും. പക്ഷെ പെരുമാറാൻ അറിയുന്നുണ്ടാവില്ല. നേരെ മറിച്ച് പുറമേക്ക് വളരെ പ്ലീസിങ് ആയിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ ക്യാരക്ടർ അത്ര നല്ലതൊന്നും ആവില്ല. കാരണം അവർ പുറമേക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ വളരെ സഹാനുഭൂതിയോട് കൂടിയൊക്കെ പെരുമാറും. പക്ഷെ അവരെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പഴയ കാർന്നോന്മാർ പറയുന്ന പോലെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് രാപ്പനി അറിയുള്ളൂ എന്ന് പറയാറുണ്ട്. ഇപ്പൊ എൻ്റെ വീഡിയോന്റെ താഴെ ഒരുപാട് ആളുകൾ ഇടാറുള്ള കമന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരാളെ ഭാര്യയായി കിട്ടിയിരുന്നെങ്കിൽ, അമ്മയായി കിട്ടിയിരുന്നെങ്കിൽ, ചേച്ചിയായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള കമന്റുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, കുറച്ച് നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന നേരത്ത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് എത്ര മാർക്ക് ഉണ്ട് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്നറിയോ? നിനക്ക് ജസ്റ്റ് പാസ് പോലും ഇല്ല, നിനക്ക് മിണ്ടുമ്പോൾ ദേഷ്യം, എല്ലാവരോടും കൂടുന്ന ഒരു വഴക്കാളിയാണ് നീ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ് പല ആളുകളും പുറത്തേക്കുള്ള പെരുമാറ്റം നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു പെരുമാറ്റം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് സ്വയം ഒന്ന് മാർക്ക് ഇട്ടിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ.